ഇന്നത്തെ കാലത്ത് എഞ്ചിനീയറിംഗ് എടുക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എടുക്കുന്നതല്ലേ നല്ലത്. ബാക്കി എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിനൊക്കെ സ്കോപ്പ് ഉണ്ടോ? ഇനി കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ തന്നെ ഇപ്പോൾ AI, ഡെവിൻ AI വരുന്നു, മറ്റ് ChatGPT വരുന്നു, പ്രോഗ്രാമിങ്ങിനും കോഡിങ്ങിനൊക്കെ ഇന്നത്തെ കാലത്ത് സ്കോപ്പ് ഉണ്ടോ? ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങളാണ് ഒരുപാട് ആളുകൾക്ക് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് എന്നോട് ചോദിക്കാനുള്ളത്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറും എന്തുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ഇത് ചൂസ് ചെയ്യുന്നത്, ആ ചൂസ് ചെയ്യുന്നതിൽ ആക്ച്വലി വല്ല കാര്യമുണ്ടോ, ഇനി AI വന്നിട്ട് ഇതിനൊക്കെ റീപ്ലേസ് ചെയ്യോ, മറ്റ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിനൊന്നും സ്കോപ്പ് ഇല്ലേ എന്ന് മാത്രമല്ല, ഇനി എങ്ങനെയുള്ള ആളുകളാവണം കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും ചൂസ് ചെയ്യേണ്ടത്. സോ വെൽക്കം ടു ദ വീഡിയോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് കാഷിയോ ആണ്. നമുക്കറിയാം എവറി എഞ്ചിനീയർ നീഡ്സ് വെരി ഗുഡ് മാത്തമാറ്റിക്കൽ സ്കിൽസ്. നമ്മൾ ഓരോ എഞ്ചിനീയറിംഗ് പ്രോബ്ലംസും വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ വാല്യൂലോട്ട് നമുക്ക് സോൾവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ നോർമൽ അരിത്മെറ്റിക് സ്കിൽസ് പോരാ, നമുക്ക് നല്ല അടിപൊളി സയന്റിഫിക് കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ IIT മദ്രാസിലൊക്കെ പോകുമ്പോൾ ഭൂരിഭാഗം സ്റ്റുഡൻസും കാഷിയോയുടെ കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കാൽക്കുലേറ്റർ എന്നുള്ളത് ജസ്റ്റ് കണക്ക് കൂട്ടാൻ അല്ലെങ്കിൽ അരിത്മെറ്റിക്സ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതല്ല. അപ്പോൾ ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിൻ്റെ ഒരു അപ്ലിക്കേഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വോൾട്ടേജ് കറണ്ട് റിലേറ്റഡ് കാൽക്കുലേഷൻസിനൊക്കെ കോംപ്ലക്സ് നമ്പേഴ്സ് നമുക്ക് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ നമ്മൾ പല ട്രാൻസ്ഫോംസ് ചെയ്യും, അതിനൊക്കെ നമുക്ക് കാൽക്കുലസ് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ അവിടെയെല്ലാം പ്രോബബിലിറ്റി റിലേറ്റഡ് കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് കോംപ്ലക്സ് ഇക്വേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് മാത്തമാറ്റിക്കൽ ഏരിയാസ് നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. അതിന് പ്രിസൈസ് ആയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാഷിയോയുടെ പുതിയൊരു കാൽക്കുലേറ്ററാണ് FX991CW എന്ന് പറയുന്ന ഈ ഒരു കാൽക്കുലേറ്റർ. അപ്പോൾ ഈ ഒരു കാൽക്കുലേറ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ കാൽക്കുലേറ്റ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ, സ്പ്രെഡ്ഷീറ്റ്, ടേബിൾസ്, ഇക്വേഷൻസ്, ഇനിക്വാലിറ്റീസ് സോൾവ് ചെയ്യുക, അതേപോലെ തന്നെ വെക്ടേഴ്സ്, റേഷ്യോ, മാട്രിക്സ് തുടങ്ങി ഒരുവിധം എല്ലാ കാൽക്കുലേറ്റിംഗ് ഫെസിലിറ്റീസും അവൈലബിൾ ആയിട്ടുള്ള എക്സ്ട്രീംലി പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു കാൽക്കുലേറ്ററാണ് കാഷിയോ FX991CW എന്നുള്ളത്. ഓക്കെ, സോ ദിസ് ഇസ് എ മസ്റ്റ് ഹാവ് ഫോർ എവറി എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ്. അപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗിൻ്റെ ഒരു എവല്യൂഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചു എന്നുള്ളത് ആ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിലെ ഏറ്റവും വലിയ ഒരു ഇൻവെൻഷൻസിൽ ഒന്നായിട്ട് നമുക്ക് കാണേണ്ടി വരും, അല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ മെല്ലെ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുമ്പോൾ വാക്വം ട്യൂബ്സ് വന്നു, ഇലക്ട്രോണിക് ഡിവൈസുകൾ വന്നു, 1950s ട്രാൻസിസ്റ്റേഴ്സ് കണ്ടുപിടിച്ചു. പിന്നെ ആ ട്രാൻസിസ്റ്റേഴ്സ് മൂർസ് ലോ അനുസരിച്ച് അതിങ്ങനെ സ്കെയിൽ ഡൗൺ ചെയ്ത് വരുന്നു. എന്നിട്ട് അതിലോട്ട് നമ്മൾ കോഡിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അവിടെ പുതിയ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് വരുന്നു, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഫീൽഡ് വരുന്നു. അപ്പോൾ ഇതിങ്ങനെ വന്ന് മെഷീൻ ലേണിംഗിലും AI-യിലും എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആക്ച്വലി കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ അത് കഴിഞ്ഞ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് കമ്പ്യൂട്ടർ സയൻസ്. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഇനി മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിംഗും അതേപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വരാൻ പോകുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആ സച്ച് എടുക്കുകയാണെങ്കിൽ നമ്മളത് വലിയൊരു സ്പെക്ട്രത്തിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് മേ ബി ഒരു പവർ സിസ്റ്റം, നമ്മുടെ നാട്ടിലൊരു KSEBയിൽ ഒരു കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സിസ്റ്റം, അത് മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റം മുതൽ പവർ ഇലക്ട്രോണിക്സ് ഇങ്ങോട്ട് വന്ന് ഇപ്പോൾ AI വരെ നീണ്ടു നിൽക്കുന്ന, ഇലക്ട്രോണിക്സ് കഴിഞ്ഞ് AI വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു സ്പെക്ട്രം, ഇത് മൊത്തത്തിൽ നമുക്ക് മേ ബി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കാൻ സാധിക്കും. ഇതുകൊണ്ട് തന്നെയാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആക്ച്വലി കൂടുന്നത്. നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗോ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗോ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് അഡ്വാൻറ്റേജസ് അതിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്താണത്? ഒന്ന്, ഈ ഫീൽഡിലുള്ള പ്രൊഫഷണൽസിനെ സംബന്ധിച്ചിടത്തോളം ഹയർ ഡിമാൻഡ് ഡെഫിനറ്റ്ലി ഉണ്ട്. കാരണം നമ്മൾ മറ്റ് സെഗ്മെന്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ സിവിൽ എഞ്ചിനീയറിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതൊക്കെ കുറേയൊക്കെ സാച്ചുറേറ്റഡ് ആണെന്ന് കാണാൻ സാധിക്കും. പുതിയ ഇന്നോവേഷൻസ് ഹാപ്പൻ ചെയ്യുന്നില്ല എന്നുള്ളതല്ല, പക്ഷേ ഇന്ത്യയിൽ എസ്പെഷ്യലി അത് ഹാപ്പൻ ചെയ്യുന്നത് അറ്റൊരു സ്ലോവർ റേറ്റിലാണെന്ന് കാണാൻ സാധിക്കും. പക്ഷേ ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ ഈവൻ കമ്പ്യൂട്ടർ സയൻസോ കുറച്ചുകൂടി ഒരു ഫാസ്റ്റർ പേസിലാണ് ഗ്രോ ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മൾ ഈ ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിനെ ഇലക്ട്രിക്കൽ, അതേപോലെ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ഒരു മൂന്നായി തിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇലക്ട്രിക്കൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു KCB എഞ്ചിനീയറുടെ മറ്റൊരു ജോലിയൊക്കെ നമ്മൾ മുന്നിൽ കാണുക. ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ചിപ്സ് ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊസസ്സേഴ്സ് ഡിസൈൻ ചെയ്യുന്ന, അപ്പോൾ എന്നെ പോലത്തെ ഒരു എഞ്ചിനീയർ നിങ്ങൾക്ക് കാണാം. കമ്പ്യൂട്ടർ സയൻസ് പറഞ്ഞാൽ അതിന് വേണ്ട സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ഒരാളെ കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കുറേയൊക്കെ സ്റ്റേബിൾ ആണ്, അല്ലേ? നമ്മുടെ ഒരു പവർ ഡെവലപ്മെന്റ്, മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ സോളാർ, മറ്റ് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, ക്ലീൻ എനർജി വരുന്നുണ്ടെങ്കിൽ പോലും അതൊരു സ്ലോവർ പേസിലാണ് ഹാപ്പൻ ചെയ്യുക. ഇലക്ട്രോണിക്സ് കുറച്ചുകൂടി ഫാസ്റ്റർ പേസിലാണ്. കാരണം ഈ കമ്പ്യൂട്ടർ സയൻസ് ഇപ്പോൾ AI വരുമ്പോൾ അതിന്റെ ചിപ്സ്, മറ്റു സാധനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ NVIDIA അല്ലെങ്കിൽ ഇന്റൽ അല്ലെങ്കിൽ കോൾകോം ഇത്തരം കമ്പനീസിനൊക്കെ വലിയ ഹ്യൂജ് ഡിമാൻഡാണ്. അവരുടെ സ്റ്റോക്ക് പ്രൈസിലൊക്കെ ഉള്ള, ഇപ്പോൾ NVIDIAയുടെ സ്റ്റോക്ക് പ്രൈസിലൊക്കെ ഉള്ള ഇൻക്രീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ കമ്പ്യൂട്ടർ
കമ്പ്യൂട്ടർ സയൻസിന് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ബാരിയർ ഇലക്ട്രോണിക്സിന്റെ മേലെ ഇല്ല. അവർക്ക് സ്വന്തമായിട്ട് കുറേ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. കുറച്ചുകൂടി ഫാസ്റ്റർ പേസിൽ അത് മൂവ് ചെയ്യും. അപ്പോൾ മറ്റ് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മറ്റ് എഞ്ചിനീയറിംഗ് ഡൊമൈൻസിനെ നോക്കുമ്പോൾ ഒരു ഹയർ ഡിമാൻഡ് ഇതിൽ സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ബെറ്റർ കോമ്പറ്റീറ്റീവ് സാലറി ഈ സെഗ്മെന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല സാലറീസ് കിട്ടുന്നുണ്ട്. ഒരുപാട് കമ്പനീസ് ഇവിടെ കാറ്റർ ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സെഗ്മെന്റിൽ ഞാൻ ഇന്റൽ വർക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ അവിടെ കോൾകോം ഉണ്ട്, NVIDIA ഉണ്ട്, അതേപോലെ ടെക്സാസ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, AMD ഉണ്ട്, മീഡിയ ടെക് ഉണ്ട്, TSMC ഉണ്ട്. ഇങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസിലോട്ട് പോകുമ്പോൾ ഒരുപാട് പുതിയ സ്റ്റാർട്ടപ്സ് വരുന്നു. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള MNCs അല്ലെങ്കിൽ യൂണിക്കോൺസ് ഉണ്ട്. ഫേസ്ബുക്ക്, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഏരിയാസ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ മറ്റ് എല്ലാ എഞ്ചിനീയറിംഗ് ഏരിയാസുമായിട്ടും ഇന്റർവൈൻഡ് ആണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ നമ്മളൊരു ഏത് എഞ്ചിനീയറിംഗ് സിസ്റ്റം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഇലക്ട്രോണിക്സിന് ഒരു അപ്ലിക്കേഷൻ ഉണ്ടാവും, അവിടെ സോഫ്റ്റ്വെയറിന് ഒരു അപ്ലിക്കേഷൻ ഉണ്ടാവും. ഇന്നത്തെ കാലത്ത് സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻ ഇല്ലാത്ത, ഇലക്ട്രോണിക്സ് അപ്ലിക്കേഷൻസ് ഇല്ലാത്ത എഞ്ചിനീയറിംഗ് സെഗ്മെന്റ്സ് കുറവാണ്. അപ്പോൾ നമ്മൾ ഏത് സിസ്റ്റംസ് എടുത്ത് നോക്കുകയാണെങ്കിലും ഇവിടേക്ക് എന്തുണ്ട്, ഇവിടേക്ക് ഒരു ഗ്യാപ്പ് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എടുക്കുമ്പോൾ അതേപോലെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ എടുക്കുമ്പോൾ അവിടെ വലിയൊരു ഹ്യൂജ് ഡിമാൻഡ് ഉണ്ടായതുകൊണ്ട് തന്നെ ബെറ്റർ സാലറീസ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട്. നേരെ മറിച്ച് മറ്റ് എഞ്ചിനീയറിംഗ് ഡൊമൈൻസിലോട്ട് വരുമ്പോൾ ഇപ്പോൾ ചില എഞ്ചിനീയറിംഗ് ഡൊമൈൻസ് ഒക്കെ ഇപ്പോൾ ഫാസ്റ്റ്ലി ഗ്രോയിങ് ആണ്, പക്ഷേ അവിടെ അത്രത്തോളം ആളുകളെ ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ നമ്മളൊരു കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഒരു ക്ലീനർ എനർജി എന്നുള്ള ഒരു സെഗ്മെന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബയോടെക്നോളജി നമ്മൾ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എക്സ്പെർട്ടീസ് ഉള്ള ആളുകളാണ് അവിടെ ആവശ്യം. അവിടെ നമ്പർ ഓഫ് ജോബ്സ് ചിലപ്പോൾ കുറച്ചും കൂടി ലിമിറ്റഡ് ആയിരിക്കും, എസ്പെഷ്യലി ഇന്ത്യ പോലത്തെ ഒരു കൺട്രിയിൽ. ഇത് നേരെ തിരിയോട്ടെ, ഇത് നമുക്ക് ഒരു പുറത്ത് വിദേശത്ത് പോയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും അപ്ലിക്കബിൾ ആയിക്കൊള്ളുന്നില്ല. അവിടെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനും അതേപോലെ ബയോടെക്നോളജിക്കാർക്കും ഒക്കെ എന്തുണ്ടാവും, ഒക്കെ അവിടെ സ്കോപ്പ് ഉണ്ടാവും. പക്ഷേ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് നമുക്ക് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ എവിടെയാണ്? ഡെഫിനറ്റ്ലി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ മറ്റ് ബ്രാഞ്ചസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു യുണീക്ക് അഡ്വാൻറ്റേജ് എസെൻഷ്യലി ഇലക്ട്രോണിക്സ് ആസ് വെൽ ആസ് കമ്പ്യൂട്ടർ സയൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അത് ജോബ് പ്രോസ്പെക്റ്റിന്റെ കാര്യത്തിലാവട്ടെ, അല്ലെങ്കിൽ സാലറി പൊട്ടൻഷ്യലിന്റെ കാര്യത്തിലാവട്ടെ, ഒരു ഇന്നോവേഷൻ ഓപ്പർച്യൂണിറ്റീസിന്റെ കാര്യത്തിലാവട്ടെ, അല്ലെങ്കിൽ എമർജിംഗ് ടെക്നോളജീസിന്റെ ഒരു റെലവൻസിന്റെ കാര്യത്തിലാവട്ടെ, ഈ കാര്യങ്ങളിലെല്ലാം കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിനും അതേപോലെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിനും ഒരു യുണീക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് നമുക്ക് നിർബന്ധമായിട്ടും നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി എങ്ങനെയുള്ള ആളുകളാണ് ആക്ച്വലി ഇതിലോട്ട് പോകേണ്ടത്? എല്ലാവരുടെയും കപ്പ് ഓഫ് ഫീൽഡ് ആണോ, എന്താണ് കപ്പ് ഓഫ് ടീ ആണോ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ എന്നുള്ളത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപാട് ആളുകൾ പോകുന്ന അല്ലെങ്കിൽ ജോബ് കിട്ടുന്ന ഫീൽഡാണ് ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ സയൻസ് എന്നതുപോലെ ഏറ്റവും കൂടുതൽ സപ്ലികൾ ഉണ്ടാവുന്ന ഫീൽഡും ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ സയൻസും ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം എന്താ, ഇവിടെയാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല സ്ട്രോങ് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡും അതേപോലെ പ്രോബ്ലം സോൾവിങ് സ്കിൽസും വേണ്ടത്. നല്ല അനലിറ്റിക്കൽ ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് വേണ്ട ഒരു ഏരിയയാണ് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത്. മാത്തമാറ്റിക്സിലും ലോജിക്കൽ റീസണിങ്ങിലും അത്യാവശ്യം നല്ല പ്രൊഫിഷ്യൻസി വേണം. ഇതിൽ ഏത് സെഗ്മെൻറ്റ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലും മാത്സിനോട് വളരെയധികം കണക്റ്റഡ് ആണെന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ സർക്യൂട്ട്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ കോംപ്ലക്സ് നമ്പേഴ്സും അതേപോലെ തന്നെ കാൽക്കുലസും വരും. നമ്മൾ കമ്മ്യൂണിക്കേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ പ്രോബബിലിറ്റി വരും. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ മറ്റ് ഏത് ഏരിയ നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഓരോ അൽഗോരിതംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ സ്ട്രോങ് അനലിറ്റിക്കൽ റീസണിങ് അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ് ക്യാപ്പബിലിറ്റീസ് എന്ത് ചെയ്യും, അവിടെ വരും. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് വരും. അപ്പോൾ ഇതിനോട് നല്ല പാഷനുള്ള, ക്യൂരിയോസിറ്റി ഉള്ള, സ്ട്രോങ് മാത്തമാറ്റിക്കൽ സ്കിൽസ് ഉള്ള ആളുകളാണ് ഇത്തരം എഞ്ചിനീയറിംഗ് ഫീൽഡ്സ് എടുക്കേണ്ടത്. മറ്റ് എഞ്ചിനീയറിംഗ് ഫീൽഡ്സിൽ മാത്തമാറ്റിക്സ് എല്ലായിടത്തും ആവശ്യമാണെങ്കിൽ പോലും ഇത്രത്തോളം മാത്സിനോട് ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് പലപ്പോഴും വേണ്ടി വരില്ല. പുതിയ മെഷീൻ ലേണിംഗ് അൽഗോരിതം നമുക്ക് ക്രാക്ക് ചെയ്യണം അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സ്കിൽസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതൊന്നും അറിയാതെ നമ്മൾ വെറുതെ ഇലക്ട്രോണിക്സിനോ കമ്പ്യൂട്ടർ സയൻസിനോ ജോയിൻ ചെയ്ത് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് നോക്കിയിട്ട് തന്നെയാണ് ജോയിൻ ചെയ്യേണ്ടത്. എല്ലാ എഞ്ചിനീയറിംഗ് ഫീൽഡിനും അതിൻ്റേതായിട്ടുള്ള സ്കോപ്പ് ഉണ്ട്. ആസ് പേഴ്സൺ നമുക്കാണ് സ്കോപ്പ് ഉള്ളത്. നമ്മുടെ സ്കിൽ സെറ്റ് എന്താണ്? നമുക്ക് മെക്കാനിക്കൽ സിസ്റ്റംസിനോടാണോ താല്പര്യം? നമുക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗിനോടാണോ താല്പര്യം? നമുക്ക് എഞ്ചിനീയറിംഗിൽ ഒരു ബയോളജി എംബഡഡ് ഫീൽഡിനോടാണോ താല്പര്യം? അതിനനുസരിച്ചാണ് നമുക്കുള്ള സ്കോപ്പ് നിർണ്ണയിക്കപ്പെടുക. ഓക്കെ, ഇനി അവസാനമായിട്ട് ഇതിനുള്ളൊരു ചോദ്യം എന്നുള്ളത്, ഒരു AI വരുമ്പോൾ, ഇപ്പോൾ ഡെവിൻ AI വരുന്നു, ChatGPT വരുന്നു, ഇത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സിനെ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിനൊക്കെ റീപ്ലേസ് ചെയ്യുമോ എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ
AI കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളെ, അതിന് പഠിക്കാത്ത ആളുകളെ AI നിർബന്ധമായിട്ടും റീപ്ലേസ് ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട്, വളരെ ഒരു സീനിയർ പൊസിഷനിലുള്ള കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിലുള്ള ഒരു ഫ്രണ്ടിനോട് ഇതിനെക്കുറിച്ച് ഒപ്പീനിയൻ ചോദിച്ചു. അവൻ എന്നോട് പറഞ്ഞ IIT പഠിച്ച ആളാണ്. അവൻ എന്നോട് പറഞ്ഞ ഒപ്പീനിയൻ ഇത് പ്രകാരമാണ്, ഈ ChatGPT ഡെവിൻ AI എന്നുള്ളതൊക്കെ ഒരു സ്മാർട്ട് ഇന്റേൺ ആണ്. നമ്മുടെ ടീമിൽ പുതുതായിട്ട് വന്ന വളരെ സ്മാർട്ട് ആയിട്ടുള്ളൊരു ഇന്റേൺ ആണ്. നമ്മളിങ്ങനെ പണി കൊടുത്താൽ ആവശ്യത്തിന് പണികളൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷേ ഒരു ഇന്റേണിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കേപ്പബിലിറ്റീസിൽ എപ്പോഴും ഒരു ലിമിറ്റ് ഉണ്ട്. അൺസൂപ്പർവൈസ്ഡ് ആയിട്ട് പല കാര്യങ്ങളും അവന് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ സൂപ്പർവൈസ് ചെയ്താലേ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെ ബേസിക് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ചില പ്രോഗ്രാമിംഗ് കോഡിംഗ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു വയർ ഫ്രെയിം കൊടുത്തു കഴിഞ്ഞാൽ അത് കോഡ് ചെയ്ത് അതിനൊരു UI UX ആക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് കുറച്ചുകൂടി ഈസിലി ചെയ്യാൻ സാധിക്കും. പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എസെൻഷ്യലി ദാറ്റ്. അവിടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് കമ്പ്യൂട്ടർ സയൻസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞാൽ കോഡിംഗ് അല്ല, പ്രോഗ്രാമിംഗ് അല്ല. ഇതാണ് പല ആൾക്കാരും മനസ്സിലാക്കേണ്ടത്. പല ആൾക്കാരും ചോദിക്കുന്നത്, സർ കോഡിംഗ് ജോബ്സ് ഇല്ലാതാവില്ലേ, പ്രോഗ്രാമിംഗ് ജോബ്സ് ഇല്ലാതാവില്ല? പൂർണ്ണമായി ഇല്ലാതാവുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇനി ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ജോബ്സ് ഇല്ലാതായാലും നമ്മൾ ഈവൻ പ്രോഗ്രാമിംഗോ കോഡിങ്ങോ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഏത് എഞ്ചിനീയറിംഗ് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് കോഡിങ്ങും പഠിക്കാൻ സാധിക്കും. പക്ഷേ തിങ്സ് ആർ ബിയോണ്ട് ദാറ്റ്. നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള അൽഗോറിതംസ് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസിലൂടെ പഠിക്കുന്നു, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി പോലെ ഏരിയാസിലോട്ട് നിങ്ങൾ ഡീപ്പ് ഡൈവ് ചെയ്യുന്നു. കമ്പ്യൂട്ടർ സയൻസിന്റെ വേറെ പല ഏരിയാസ്, ഇപ്പോൾ ഞങ്ങളുടെ VLSI ഡൊമൈനുമായി ബന്ധപ്പെട്ട ഒരുപാട് ഏരിയാസ് കമ്പ്യൂട്ടർ സയൻസിലുണ്ട്, അതിലോട്ട് നിങ്ങൾ ഡീപ്പ് ഡൈവ് ചെയ്യുന്നു. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എൻകോംപസ് ചെയ്യുന്നതാണ് കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളത്. ഓക്കെ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് പ്രോഗ്രാമിംഗ് ഓർ കോഡിംഗ്, ഇറ്റ്സ് ജസ്റ്റ് എ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ നിങ്ങൾ പ്രോഗ്രാമിംഗ് കോഡിംഗ് മാത്രം അപ്സ്കിൽ ചെയ്യുക എന്നുള്ളത് ലോങ് ടേമിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മേ ബി അതൊരു നല്ല സ്ട്രാറ്റജി ആയിക്കൊള്ളുന്നില്ല. അതതിൻ്റെ ഭാഗമാണ്. ഏത് എഞ്ചിനീയറിംഗ്, ഇപ്പോൾ ഞാൻ ആസ് എൻ എഞ്ചിനീയർ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഇലക്ട്രോണിക്സിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും എനിക്ക് അത്യാവശ്യം നന്നായിട്ട് പൈത്തൺ, പേൾ, ഈ 2 പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉപയോഗിക്കാൻ അറിയണം. അപ്പോഴാണ് എനിക്ക് എൻ്റെ ഒരുപാട് ജോബ്സ് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുക. ഇപ്പം ഞാൻ പല കോഡ് എഴുതാൻ എന്ത് ചെയ്യും, ഞാൻ ChatGPT-നോട് പറയും, എൻ്റെ കോഡ് എഴുത്ത് തന്നെ ഞാൻ ChatGPT-ന്റെ പല കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കും, സോ ദാറ്റ് ഐ ഡോണ്ട് ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ബട്ട് അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ലോജിക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് ആരാ? ഞാനാ, അല്ലേ? എൻ്റെ എഞ്ചിനീയറിംഗ് പ്രോബ്ലത്തിനെ കുറിച്ച് ChatGPT-ക്ക് അറിയോ? ഇല്ല, അറിയില്ല, അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. ഇറ്റ്സ് നോട്ട് അബൌട്ട് പ്രോഗ്രാമിംഗ്. എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഓൾ അബൌട്ട് പ്രോഗ്രാമിംഗ്. ഓക്കെ, അപ്പോൾ എഞ്ചിനീയറിംഗിന് ഡെഫിനറ്റ്ലി നിങ്ങൾ ഏത് എഞ്ചിനീയറിംഗ് സെഗ്മെന്റിൽ പോകുകയാണെങ്കിലും അതിന് സ്കോപ്പ് ഉണ്ട്. അവിടെ നമ്മൾ സ്കിൽഡായി വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതല്ല ജസ്റ്റ് ഒരു അപ്സ്കില്ലിംഗ്, ജസ്റ്റ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാൻ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ മേ ബി യു വിൽ ഗെറ്റ് ഔട്ട്ഡേറ്റഡ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത്. നമ്മുടെ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് JEE കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഏറ്റവും നല്ല കോളേജിൽ പഠിക്കാൻ ശ്രമിക്കുക. നമ്മുടെ JEE പോലത്തെ എക്സാംസ് എഴുതിയിട്ട് IIT-യിലും NIT-യിലും IIIT-യിലൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. ദാറ്റ് വിൽ ഗിവ് യു ബെറ്റർ റിസൾട്ട്സ്. ഓക്കെ, സോ താങ്ക്സ് എ ലോട്ട്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. അതുവരേക്കും ബൈ.